ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ഇതൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ഒരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങൾ എവിടെ പോകുന്നത്? ഓഫ് കോഴ്സ് നാട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങൾ കണ്ണൂരേക്ക്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ഉപ്പയില്ല കേട്ടോ, ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ അന്ന് ഞങ്ങളെ ബേക്ക് ഹോം വിളിച്ചിട്ടുണ്ടായിരുന്നു, ദിബ്ബ ബേക്ക് ഹോം. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒത്തിരി സ്വീറ്റ്സ് ഒക്കെ തരാറുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് തന്നതാണ് ഇതൊക്കെ, ഡോണറ്റ്സ് സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നത് ദിബ്ബയിലാണ്, ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. റാസൽ കെയ്മ എയർപോർട്ടാണ്. പിന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ റാസൽ കെയ്മ ടു കണ്ണൂരേക്കല്ല, ഞങ്ങളുടെ സ്ഥലം കണ്ണൂരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ റാസൽ കെയ്മ ടു ബോംബെ ആണ് പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻട്രോയിലെ. അപ്പോൾ ഞങ്ങളുടെ ഇതൊരു നോർമലി ട്രിപ്പല്ല, ഇതൊരു ലോങ് ജേർണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ പോണത് റാസൽ കെയ്മ ടു ബോംബെ, ബോംബെ ടു ചെന്നൈ, ചെന്നൈ ടു കണ്ണൂർ. ഇത്രയും പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ണൂരേക്ക് പോണത്. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഞങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്ര റേറ്റ് ആയില്ല ഞങ്ങൾക്ക് ടിക്കറ്റ്സിനൊന്നും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ലോങ് ജേർണിയാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയും, പക്ഷെ ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞു, ബോംബെയിൽ ഇറങ്ങി. ഇപ്പോൾ ബോംബെയിലാണുള്ളത്. ബോംബെയിൽ ഞങ്ങൾക്ക് ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലഗേജ് മാറ്റിയിടണം, ചെന്നൈയിലോട്ട് മാറ്റിയിടണം. ചെന്നൈയിൽ നിന്ന് കണ്ണൂർ ഡയറക്റ്റ് പോയിക്കോളും, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഇനിയിപ്പം ബോംബെയിൽ നിന്ന് ചെന്നൈയിലോട്ടേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. ഞങ്ങൾക്ക് 4 hours പെട്ടെന്ന് പോയി. ലൈക്ക് ഞങ്ങൾക്ക് ലഗേജൊക്കെ ഇട്ടു, പിന്നെ ചെക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2 hours ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, പിന്നെ ഫ്ലൈറ്റ് കയറി. ഇതേ ഇപ്പോൾ ചെന്നൈയിൽ ഇറങ്ങിയേക്കാണ്. ചെന്നൈയിൽ എയർപോർട്ടിൽ എത്തിയിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ നമുക്ക് ഇനി 8:45 ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പം 3 o'clock ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. സോ ഇതൊക്കെയാണ് ഫുഡ്. ഫസ്റ്റ് ടൈം ചെന്നൈ ഫുഡ്, അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പരിപ്പിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതെന്താ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിൽ തന്നെ തിരിച്ച് കയറി. ഞങ്ങളങ്ങനെ പുറം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അതും എടുത്തിട്ട് എല്ലായിടത്തും പോയാലും അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ചെറിയ പിസ്സ കഴിച്ചു, പിന്നെ പോപ്കോൺ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒത്തിരി ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല, കാരണം നിങ്ങൾക്കറിയാലോ എയർപോർട്ടിലെ ഫുഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ ഇനി 9 hours കഴിഞ്ഞിട്ട് ചെന്നൈ ടു കണ്ണൂർ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പം ഗായ്സ് ഫൈനലി ഞങ്ങൾ കണ്ണൂരെത്തി. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ലഗേജൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ചെക്കിങ് ഉണ്ടായിരുന്നു ബോംബെയിലും ചെന്നൈയിലൊക്കെ, നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ചെക്കിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ണൂർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു മഴയായതുകൊണ്ട് കുറച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ലാൻഡ് ചെയ്തത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ നാട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.